വെൽക്കം ബാക്ക് ടു കൗള സെലിബ്രിറ്റി കിച്ചൺ മാജിക്. കൗള സെലിബ്രിറ്റി കിച്ചൺ മാജിക്കിൻ്റെ ഫാമിലി റൗണ്ടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വ്യത്യസ്തമായ പല പല വിഭവങ്ങൾ കൊണ്ട് ഫാമിലി മെമ്പേഴ്സോടൊപ്പം തന്നെ നമ്മളുടെ കണ്ടസ്റ്റൻസ് നിങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് നല്ല നല്ല വിഭവങ്ങൾ കാണുന്നില്ലേ? അപ്പോൾ നമ്മളുടെ മത്സരം കഴിഞ്ഞിട്ടില്ല. ഇനിയും ഫാമിലി മെമ്പേഴ്സും മത്സരാർത്ഥികളും ബാക്കിയുണ്ട്. അപ്പോൾ ഇനിയുള്ള 5 മത്സരാർത്ഥികളും അവരുടെ ഫാമിലി മെമ്പേഴ്സും ചേർന്ന് തയ്യാറാക്കുന്ന വിഭവങ്ങൾ കാണുക, അതിൻ്റെ വിശേഷങ്ങൾ അറിയുക, ആസ്വദിക്കുക. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നു അഞ്ജന അപ്പക്കുട്ടൻ ആൻഡ് ഫാമിലി. നമസ്കാരം. അഞ്ജനയുടെ അച്ഛൻ മാമൻ്റെ മോന്, അമ്മയുടെ ബ്രദറിൻ്റെ മോൻ അല്ലേ? കസിൻ ബ്രദർ. അപ്പോൾ അച്ഛൻ എങ്ങനെ? അച്ഛൻ കുക്ക് ആണല്ലേ? പുള്ളി ഗവൺമെൻറ് സർവീസിലായിരുന്നു? എന്താ? ഗവൺമെൻറ് അല്ല, ഞാൻ പ്രൈവറ്റ് സർവീസ് ആയിരുന്നു. യുണൈറ്റഡ് ന്യൂസ് ഓഫ് ഇന്ത്യ വാർത്താ ഏജൻസിയിൽ റിട്ടയർഡ് ചെയ്തു. അപ്പോൾ അഞ്ജനയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അല്ലേ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഫാമിലി മെമ്പേഴ്സ് എങ്ങനെ? വീട്ടിൽ നല്ല പാചകക്കാരിയാണോ? ആണല്ലേ? ആണ് കള്ളമൊന്നുമല്ല. കാര്യം അത്യാവശ്യം അഞ്ജന നന്നായിട്ട് പാചകം ചെയ്യുന്നുണ്ട്. അച്ഛനും ഹെൽപ്പ് ചെയ്യാറുണ്ടോ? ഓ, പക്ഷെ ഒരു എളിമത്തുണ്ട്. അത് വലിയ പാചകക്കാരിയാണെന്ന് സമ്മതിക്കില്ല. അതെ, ഭയങ്കര സമയമൊക്കെ സൂക്ഷിച്ചൊക്കെ ചെയ്യുന്ന ആളാണ്. പരാതിയില്ല. അങ്ങനെ ആദ്യമേ പണിയൊക്കെ തീർത്ത് വെക്കണം, എല്ലാം വൃത്തിയാക്കി അത് തുടച്ചൊക്കെ വെച്ചല്ലേ വെരി നീറ്റ് ആൻഡ് ക്ലീൻ. ഓക്കെ, ബ്രദറിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറയും. ബ്രദർ അവിടെ എറണാകുളത്ത് തന്നെ കാഞ്ഞിരം മറ്റത്ത് അവിടെ റെസ്റ്റോറന്റ് ആണ്. റെസ്റ്റോറന്റ് നല്ല അറിയത്തില്ല, പക്ഷേ കുക്കിംഗ് ഒന്നും കുക്കിംഗ് അറിയാത്ത ഒരാളാണോ റെസ്റ്റോറന്റ്? പുള്ളിയാണ് റൺ ചെയ്യുന്ന ആള് അല്ലേ? അതിന്റെ പാർട്ട്നേഴ്സാണ്. എന്നാലും അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയായിരിക്കും കേട്ടോ. അഞ്ജന റെസിപ്പീസ് ഒക്കെ ട്രൈ ചെയ്യാറുണ്ടോ അവിടെ? സത്യം പുറത്ത് പറഞ്ഞു അതിനൊന്നും ആയില്ല. പോകുന്നേ ഉള്ളൂ അല്ലേ? വരുന്നതേ ഉള്ളൂ. അപ്പൊ ഇന്ന് എന്താണ് നിങ്ങളുടെ ഒരു ടീം? എന്തായിരിക്കും? ഏത് ഭാഗത്തെ ഭക്ഷണം ആണ് കേരളത്തിന്റെ? ഏതായിരിക്കും? ഏത് റീജിയൻ? കാര്യം റീജിയണൽ സ്പെഷ്യാലിറ്റീസ് ഉണ്ടാവുമല്ലോ ഓരോരുത്തർക്കും. അങ്ങനെയല്ല, നമ്മള് വീട്ടിലുണ്ട്. അതെ, അഞ്ജനയുടെ വീടെന്ന് പറയുമ്പോൾ അത് കറക്റ്റ് പ്രോപ്പറായിട്ട് എറണാകുളത്താണ്. എറണാകുളത്ത്. പക്ഷെ അവിടുത്തെ ഒരു സ്റ്റൈലൊന്നും എനിക്കറിയാം. കൊച്ചിക്കാരുടെ സ്റ്റൈലും അറിയില്ല. അല്ല, മീൻകറി ഒക്കെ അവിടുത്തെ. അപ്പൊ ഏതെങ്കിലും ഒരു സ്ഥലത്തിന്റെ ശൈലി ഉണ്ടാവുമല്ലോ. ഞാൻ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇപ്പോൾ ട്രിവാൻഡ്രം സ്റ്റൈലാണെങ്കിൽ തിരുവനന്തപുരംകാർക്കൊരു ശൈലിയുണ്ട്, എറണാകുളംകാർക്കൊരു ശൈലിയുണ്ട് അല്ലേ? ഓരോ സ്റ്റൈലുണ്ട്. അതാണ് നമ്മൾ റീജിയണൽ. നമ്മൾ താമസിക്കുന്ന സ്ഥലം നമ്മൾ ഒരുപാട് സ്വാധീനിക്കും. നമ്മൾ സ്ഥിരമായി അങ്ങനത്തെ ഭക്ഷണമല്ലേ ഉണ്ടാക്കും. മീൻകറി കോട്ടയംകാരും ഉണ്ടാക്കുന്ന പോലെ അല്ലല്ലോ ട്രിവാൻഡ്രത്ത് ഉണ്ടാക്കുന്നത്. ആ ഒരു രീതിയിലാണ് ഞാൻ ചോദിക്കുന്നത്. അഞ്ജന ഏത്? എറണാകുളം തന്നെ ആയിരിക്കും അല്ലേ? കുറച്ച് മിക്സ് ഒക്കെ. പിന്നെ മിക്സ് എവിടുന്നാണ് വരുന്നത്? അത് അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടി. അമ്മ എവിടുത്തെ കാര്യമായിരുന്നു? ഏത്? നാഗർകോവിൽ. അപ്പൊ ചെറിയൊരു നാഗർകോവിലിന്റെ ഒരു അത്. പക്ഷെ അതിലെല്ലാം ഒന്നും എനിക്ക് അറിയത്തില്ല. എന്നാലും അതും ഇതും കൂടി മിക്സ് ചെയ്യും. ഓക്കെ, ഫൈൻ. എന്തായാലും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടോടുകൂടി അഞ്ജന നല്ല വിഭവങ്ങൾ ഉണ്ടാക്കട്ടെ. വന്നതിൽ വളരെ സന്തോഷം. ഓക്കെ, താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. നമസ്കാരം. ഞങ്ങളുടെ ഫാമിലി റൗണ്ട് തുടങ്ങാൻ പോവാണ്. ഇത്തവണ ആരോടും സംസാരിക്കാനൊന്നും സമയമില്ല, എല്ലാം കൂടെ ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം എല്ലാത്തിൻ്റെ ഇൻഗ്രീഡിയൻസ് പറഞ്ഞുതരാം, ഒന്ന് ശ്രദ്ധിച്ചോണേ. കാരണം ഒന്നിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുന്ന സമയം നടക്കില്ല. 2 മണിക്കൂറേ ഉള്ളൂ ഞങ്ങൾക്ക് സമയം അല്ലേ? അപ്പോൾ നമുക്ക് തുടങ്ങാം. സ്റ്റാർട്ട്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സാധാരണ ഉച്ചയ്ക്ക് ഗസ്റ്റ് വന്നു കഴിഞ്ഞാലുള്ള ലഞ്ച്. അപ്പോൾ നമുക്ക് മാക്സിമം ഉണ്ടാക്കാൻ പറ്റുന്നത് നമുക്ക് ഉണ്ടാക്കാം. എന്തായാലും മിക്കവാറും ആർക്കും നോൺ വെജ് ഇല്ലെങ്കിൽ കഴിക്കുന്നവർ കുറവാണ്. അപ്പോൾ നമുക്ക് ആദ്യം നോൺ വെജ് ഉണ്ടാക്കാം. ഞാൻ സ്ഥിരം മീൻകറി ബീഫൊക്കെ അല്ലേ ഉണ്ടാക്കുന്നത്. ഇന്ന് പോർക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ പോർക്ക് കുറച്ച് വെള്ളം വെച്ചാൽ മതി. പോർക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മഞ്ഞൾപ്പൊടി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി കൂടെ ചതച്ച് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഇത് വേവിക്കാൻ വയ്ക്കാം. പോർക്കിൻ്റെ വേവ് എത്ര വിസിലാണെന്ന് എനിക്ക് പറയാനറിയില്ല. അതുകൊണ്ട് അതൊരു 4-5 വിസിൽ വരെ ആവട്ടെ. അതവിടെ ഇരുന്നോട്ടെ. അതിൻ്റെ പണിയോടെ നടക്കട്ടെ. പിന്നെ കൂട്ടുകറിക്കുള്ളതാണേ. അതിന് ഞാൻ നേരത്തെ കുതിർത്ത് വെച്ച കടലയുണ്ട്, കറുത്ത കടലയില്ലേ, അത് കുറച്ച് വെള്ളത്തിൽ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് വേവിക്കാം. കുറച്ചും കൂടെ വെള്ളം ഒഴിക്കാം. കടല വേവാൻ കുറച്ച് വെള്ളം വേണം. ഉപ്പിട്ടിട്ടില്ല, ഉപ്പിട്ടാൽ അധികം വേവില്ല. അപ്പോൾ അതവിടെ നടക്കട്ടെ. ആദ്യമായിട്ട് 3 അടുപ്പും കൂടെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ അടുപ്പിൽ നമുക്ക് പരിപ്പുണ്ടാക്കാം. പരിപ്പ് സാധാരണ തെക്കൻ സംഭവമാണ്. എന്നാലും നമ്മുടെ വീട്ടിലൊക്കെ സദ്യക്ക് സാമ്പാറിനെക്കാളും മുന്നേ പരിപ്പും നെയ്യുമാണ് ആദ്യം കഴിക്കുക. അപ്പോൾ നമുക്ക് പരിപ്പ് വറുക്കാം. ആദ്യം വറുത്ത് മാറ്റി വയ്ക്കാം.
അതിന് ചെറുപയർ പരിപ്പ് വേണ്ടേ കുറച്ചെടുക്കാം. നമുക്കിപ്പോൾ അധികം ആവശ്യമില്ല, ഇത്രയും മതി. കുറച്ചും കൂടെ ഇട്ടാം. അതൊന്ന് നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്യാം. നമ്മൾ പരിപ്പ് പായസത്തിനും ഈ പരിപ്പ് എടുക്കാറുണ്ട് ഞങ്ങളെ വീട്ടിൽ. ഇതൊക്കെ എളുപ്പപ്പണിയാണ്, പരിപ്പൊക്കെ പെട്ടെന്നാവുന്ന കാര്യങ്ങളാണ്. കുറേ കാര്യങ്ങളൊക്കെ മനസ്സിൽ പ്ലാനിങ് ഉണ്ട്, ഒക്കെ അരിഞ്ഞും വെച്ചിട്ടുണ്ട്. എന്തൊക്കെ നടക്കുന്നൊന്നും അറിയത്തില്ല, പരിമിതമായ സ്ഥലമാണ്. ഇത് വറുത്ത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ചെറുതായിട്ട് കഴുകിയെടുക്കാം. ഈ കടലാവട്ടെ, അത് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് കുക്കറിൽ വേവിക്കേണ്ട കാര്യമില്ല. പരിപ്പ് പെട്ടെന്ന് വേവും. എന്താവോ എന്തോ. ഇത് 2 ഐറ്റം ഉണ്ടാക്കുമ്പോൾ ഇത്ര ടെൻഷനില്ല. ഇതാകെ ഇതേതാണ്ട് കല്യാണ ശരിയും കൂടെ വേണം, നോക്കണം. ഇതേ അവിടെ നമ്മുടെ പോർക്ക് കരയാൻ തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് ഇച്ചിരി ഗ്യാപ്പിട്ട് നിൽക്കാം. മതിയല്ലേ? ഇതായിട്ടുണ്ട്, പരിപ്പായി. ഇത് കണ്ടോ? ഇനി അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി അടുത്ത് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഇതൊരു എളുപ്പ ടെക്നിക്കാണ്. നമ്മൾ തേങ്ങ അരയ്ക്കാണ്ട്, ഇതൊക്കെ എൻ്റെ ഉടായ്പ് കറികളാണ്. തേങ്ങ അരയ്ക്കാണ്ടുള്ള മോര് കറി. അതായത് ഈ കുറച്ച് തൈര് എടുത്തിട്ട് ഞാൻ മിക്സിയിൽ ഒന്ന് കറക്കിണ്ട, കട്ട കെട്ടാതിരിക്കാം. ഇത് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടുക. പുളിശ്ശേരി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. മിക്കവരും ഇത് എന്താ പറയുക, തേങ്ങ ഒക്കെ അരച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് എൻ്റെ ഉടായ്പ് കറികളാണ്. പെട്ടെന്നൊക്കെ ആരെങ്കിലും വരുമ്പോഴേ നമ്മൾ പോർക്കിൻ്റെ 2ാമത്തെ വിസിൽ വന്നു. പോർക്കിൻ്റെ കാര്യം മറക്കരുത്. മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ. ഹലോ, എന്താ കണ്ടോ? അവിടെ സംഘഗാനം തുടങ്ങി. മൂന്നാമത്തെ വിസിൽ എന്താണ് വിസിൽ നിൽക്കണില്ല. പോർക്കിൻ്റെ ഒരു ആക്രമണം കണ്ടിട്ട്. മോന് ഇച്ചിരി പുളി കുറവാണ്, മറക്കരുത്. വളരെ കുറവാണ് പുളി. വേണ്ട, ഈ കുക്കർ നമുക്കിപ്പോൾ തൽക്കാലത്തേക്ക് എങ്ങോട്ടെങ്കിലും മാറ്റി വെക്കാം. എന്താ പാത്രം ഇവിടെ വെച്ചേ? ഇത് ഇതിൽ നമുക്ക് വെള്ളം ഒഴിക്കാം. കറിയെല്ലാം ഉണ്ടാക്കിയിട്ട് ചോറില്ലെങ്കിൽ മോശമല്ലേ? നോക്കണേ, കടല ഇതുവരെ വിസിൽ വന്നില്ല. വന്നോ? ഞാൻ മാറാൻ കാത്തിരിക്കുകയാണ്. ഇത്രയും പോരെ വെള്ളം ചോറിന്? നമുക്ക് ചോറിനുള്ളത് നോക്കാം. വെള്ളം ചോറിന് വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്, അത് തിളയ്ക്കട്ടെ. ഇപ്പോൾ നമുക്ക് മോര് ചാറ് കടുവറക്കാം. ഞാൻ പറഞ്ഞല്ലേ, ഇത് ഉടായിപ്പാണ്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. മോര് കറി കടുവറക്കാൻ പോവാണേ. കടുകിട്ട് പൊട്ടി. കുറച്ച് ഉലുവ. ചില ഉലുവ കടിക്കുന്ന ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ഇട്ടോ, കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇതിനെ കൈ കണക്കൊന്നുമില്ല. അല്ല, പെട്ടെന്നൊക്കെ വരുമ്പോൾ ഒരാൾ വീട്ടിൽ വരുമ്പോഴത്തേക്കും നമുക്ക് തേങ്ങയൊന്നും ഇല്ലെങ്കിൽ, അപ്പോൾ തേങ്ങ അരയ്ക്കാണ്ട് മോര് കറി വെക്കാമെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? ഫുഡായി. പക്ഷേ ഇന്ന് ഞാൻ എടുത്തിരിക്കുന്ന തൈരിന് പുളി കുറവാണ്. ഇനി നമുക്ക് വറ്റൽമുളക് ഇടാം. തീ കൂട്ടി വെച്ചാലേ ചിലപ്പോൾ കരിഞ്ഞു പോകും ഉലുവ. ഞാനൊരിക്കൽ ഇതുപോലെ ഇരുന്നതേ, ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് ഓംലെറ്റ് ഉണ്ടാക്കിയതാണ്. ഹോളിപ്പോയി കിടന്നു. ഇവിടെ ആദ്യത്തെ ഡിഷായി മോര് ചാറ് റെഡി ആയിട്ടുണ്ട്. ഇതിവിടെ മാറ്റി വെച്ചേക്കാം. നമ്മുടെ ചോറിൻ്റെ അരി ഇടാനുള്ള വെള്ളം തിളച്ച് കഴിഞ്ഞു. നമുക്ക് അരി കഴുകിയിടാം. വെള്ള അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ കളത്തിന് വേവൂലെന്ന് നമ്മളോടാണ് കളി. നമ്മളവിടെ കിടന്ന് വേവിട്ട് നമ്മളിനി അതിനെ കുറച്ചേരത്തേക്ക് മൈൻഡ് ചെയ്യണ്ട. നമുക്ക് നമ്മുടെ പരിപ്പ് വേവിക്കാൻ വെക്കാം. പരിപ്പ് വേവിക്കാൻ കുറച്ച് വെള്ളം ഞാൻ വച്ചിട്ടുണ്ട്. വേണമെങ്കിൽ ഇടയ്ക്ക് ഒഴിച്ചു കൊടുക്കണേ. അതൊക്കെ നമ്മളങ്ങോട്ട് വച്ച് കഴിഞ്ഞാൽ അത് അതിൻ്റെ പണി ചെയ്തോളും. കുറച്ചങ്ങ് ആയി കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പിടാം, അല്ലെങ്കിൽ വേഗം വേവത്തില്ല.
നമ്മൾ ആദ്യം പോർക്ക് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു 5 വിസിലാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. കടല വെന്തും തോന്നുന്നു. അത് വിസിലൊന്ന് പോയിട്ട് നമുക്ക് നോക്കാം. അരി വേവിക്കാൻ വെച്ചു, മോരുചാറുണ്ടാക്കി, പരിപ്പ് വേവിക്കാൻ വെച്ചു. ഇനി ഈ അടുപ്പ് ഏതെങ്കിലും ഫ്രീ ആയിട്ട് നമ്മുടെ ബാക്കി പരിപാടി നടക്കും. അതുവരെ നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ. ഒരു അടുപ്പ് ഫ്രീ ആയിട്ടുണ്ട്. നമ്മുടെ അടുത്ത പരിപാടിയിലേക്ക് പോകാം. ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നിങ്ങളൊട്ടും പ്രതീക്ഷിക്കാത്തൊരു സാധനമാണ് ഞാൻ വയ്ക്കാൻ പോകുന്നത്. ഡ്രൈ റോസ്റ്റ് ചെയ്യണം. പരിപ്പിൻ്റെ കാര്യം നമ്മൾ മറന്നു പോവല്ലേ. നമ്മുടെ പാൻ ചൂടായി. ആരും പ്രതീക്ഷിച്ചില്ലല്ലോ. ഉണക്ക ചെമ്മീൻ. ഇത് സത്യം പറയട്ടെ, ഉണക്ക ചെമ്മീനും ഇച്ചിരി തൈരും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ വേറെ കറി ഒന്നും വേണ്ട. അത് നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യാം. ഒന്ന് ചുമക്കെ വറക്കാം. നമ്മുടെ ഉണക്ക ചെമ്മീൻ ഇതുപോലെ ഡ്രൈ റോസ്റ്റ് ചെയ്യാണ്. അത് നല്ല ചുമന്ന് വെളുത്ത് തുടുത്ത് വരും കേട്ടോ. ആപ്പിൾ പോലെയൊക്കെ ആവും. അപ്പോഴാണ് നമ്മുടെ പരിപ്പ് ഇപ്പുറത്ത് വേവുന്നുണ്ട്, മറക്കരുത്. ഇപ്പുറത്ത് നമ്മുടെ ചോറും എന്തുകൊണ്ടിരിക്കുന്നുണ്ട്, മറക്കരുത്. ഒന്ന് ഇളക്കിയെടുക്കണേ. പെട്ടെന്ന് വേവണം അരിയ. ചെമ്മീൻ ആപ്പിൾ പോലെയൊക്കെ ആവുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഈ പെണ്ണിന് വട്ടാന്നല്ല. ഇത് കണ്ടോ, എന്താ ചുമന്ന് വരുന്നുണ്ടോ? നല്ല ബ്രൗണായി. നമുക്കത് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് കടിച്ചു നോക്കിയാൽ അറിയാം. റോ ടേസ്റ്റ് അങ്ങ് മാറിയിട്ടുണ്ടെങ്കിൽ ആയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുകൊണ്ട് 2 പ്രയോജനം. അവിടെ വയ്ക്കും, കൈ പൊള്ളും. പാവം എൻ്റെ അച്ഛനൊക്കെ മിണ്ടാതെ നിൽക്കുന്നുണ്ടോ? ഞാനൊരു അവസരം കൊടുത്താലല്ലേ ഇവരൊക്കെ മിണ്ടത്തുള്ളൂ. ഇവിടെ ഒരു കൗണ്ടർ അടിച്ചു കേട്ടാ. അച്ഛൻ ജൂനിയർ ആർട്ടിസ്റ്റിനെ പോലെ നിൽക്കുവാന്ന്. അച്ഛൻ ജൂനിയർ ആർട്ടിസ്റ്റാണ്. നമുക്ക് ഈ പാൻ വീണ്ടും ഞാൻ അതിൽ വെച്ചിട്ടുണ്ട്. അതിൽ വെളിച്ചെണ്ണ ഒഴിക്കുകയാണേ. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. കഴുകിയോ? എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ചെറിയുള്ളി കുറച്ചിടാം. പൊടിക്ക് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് സവാളയും കൂടെ ഇടാം വേണമെങ്കിൽ. ചെറിയുള്ളി മാത്രമാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ്. കുറച്ച് സവാളയുടെ ഈ കഷ്ണം വേണ്ട, മെലിഞ്ഞ കഷ്ണം ഇടും. ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട്. കുറച്ച് സവാളയും കൂടെ ഇടാം. ചോറിന് ഇടയ്ക്ക് നോക്കണേ, ചോറിനാരും മറന്നു പോലെ. ഇനി വേണേൽ കൂട്ടി വയ്ക്കാം. ഇതാട്ടോ, ഇത് നന്നായിട്ട് ചുമക്കണം. കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഇത്ര സ്പീഡിൽ നടക്കുന്നതിൻ്റെ കാര്യം തന്നെ ഇവർ രണ്ടുപേരാണ്. വേറൊന്നുമില്ലല്ലോ. കട്ടക്കട്ടക്കട്ടക്കട്ടക്കടന്നൊക്കെ അരിയുന്നുണ്ട്. ഞാൻ മാറി നിൽക്കുമായിരുന്നു പേടിച്ചിട്ട്. ഏതാണ്ട് യുദ്ധം നടക്കുന്ന പോലെ രണ്ടുപേരും രണ്ടടുത്ത് നിന്ന് അരിയുമായിരുന്നു. അതുകൊണ്ട് എത്ര പെട്ടെന്ന് പണിയൊക്കെ നടക്കുന്നത്. നന്നായിട്ട് മൊരിയട്ടെ കേട്ടോ. മൊരിഞ്ഞിട്ട് നമ്മൾ പരിപ്പിൻ്റെ കാര്യം മറന്നു പോകരുത്. അതിലേക്ക് ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. ഇത് ഒരിച്ചിരി ഉപ്പിടാം, കുറച്ച് ഉപ്പിടാം. ചാച്ചമുളക് കിട്ടോ, കുറച്ചിടും. തട്ടിയിടല്ലേ, കുറച്ചിടും. ചതച്ച മുളകാണേ. കുറച്ചുകൂടെ ഇച്ചിരി എരിവിലിടുന്നുണ്ട്. വേണമെങ്കിൽ ഇച്ചിരി കാശ്മീരി ചില്ലിയും കൂടെ ഇടാം ഒരു ഭംഗിക്ക്. അപ്പം ഇച്ചിരി മുളക് പൊടി ഇട്ട് പൊട്ടിക്ക്. ഒരു നുള്ള്, 1/4 ടീസ്പൂൺ കുരുമുളകല്ല. ആ വേണ്ട, അതാ വേണ്ടത്. ഇത് വെച്ചിട്. ഇത് ഇളക്ക് കരിയുമ്പോൾ എൻ്റെ ഒരു 1/4 സ്പൂൺ മുളക് പൊടിയും കൂടി ഇടുവാണേ. കാശ്മീരി ചില്ലി ഒരു കളറിന്. ഇതിലേക്ക് ഉണക്ക ചെമ്മീൻ മുഴുവനിടില്ലേ, കുറച്ച് കൈ കൊണ്ടെടുത്തിട്ടോ. ആ മതി. ഇത്ര ഇട്ടേ. ഉപ്പ് കുറവായിരുന്നു, കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. ഞാൻ ഗ്യാസിൽ നിന്ന് മാറ്റിയിരിക്കാം, കാരണം ഇത് നല്ല ഹൈ ഫ്ലെയിമിലില്ല, കരിഞ്ഞു പോകും. ഞാനൊന്ന് ഉപ്പ് നോക്കട്ടെ.
ചെമ്മീന് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഉപ്പ് പിടിക്കുള്ളൂ. നമ്മുടെ രണ്ടാമത്തെ ഡിഷായ ഉണക്കച്ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് എന്ത് പേര് വേണമെങ്കിലും വിളിക്കാം. ഇത് മാത്രം മതി ചോറ് കഴിക്കാൻ. നല്ല ടേസ്റ്റാണ്. അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആ ചെമ്മീനും എല്ലാം കൂടെ ആകുമ്പോൾ അത് ഇരുന്ന് പിടിക്കും. അപ്പോൾ നമുക്കിത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. മുളക് കൂടുതൽ വേണ്ടവർക്ക് കൂടുതലിടാം, ചെറിയുള്ളി മാത്രം മതിയെങ്കിൽ അതിടാം. ഇനി നമുക്കിത് സെർവിങ് ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. വീട്ടിൽ ഇതുണ്ടെങ്കിൽ വൻ ഡിമാൻഡാണ്. ഇത് ഇപ്പോൾ നേരത്തെയൊക്കെ ഈ ഉണക്കച്ചെമ്മീൻ്റെ തല വേറെ ആക്കും. അപ്പം ഞാൻ വീട്ടിൽ ഈ തല വെറുതെ കളയത്തില്ല, അതെടുത്ത് ചമ്മന്തി ഉണ്ടാക്കും. ആ പണി നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നുണ്ട്. ഒരു സാധനവും പാഴാക്കി കളയരുത്. ഒരു സാധനം എടുത്ത് കഴിഞ്ഞാൽ മാക്സിമം എന്തൊക്കെ ഉണ്ടാക്കാമെന്ന് നമ്മൾ നോക്കണം. ഉണക്കച്ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. നമ്മുടെ പോർക്ക് വെന്തോ നമുക്ക് നോക്കട്ടെ. വലിയ പീസായി പോയി. ഇതിനടുത്ത് നോക്കിയേ പറ്റൂ. ഇത് ഇവിടെ ഇരിക്കട്ടെ. എന്തായാലും അത് മാറ്റി വയ്ക്കാം തൽക്കാലത്തേക്ക്. നമ്മുടെ അടുത്ത ഡിഷിനുള്ള സാധനങ്ങൾ വേവിച്ച് വയ്ക്കാം. അവിയലാണ്. അവിയലില്ലാത്ത ഒരു സദ്യയില്ല. അപ്പം ഞാൻ അവിയൽ അരിഞ്ഞു വെച്ച കഷ്ണങ്ങൾ എടുത്തുകൊണ്ട് വരാം. ഇതിൽ ചേന, കൊത്തമരാന്ന് ഞങ്ങളുടെ അവിടെ പറയാം, അമരയ്ക്കാന്നും പറയും, ക്യാരറ്റ്, ഏത്തയ്ക്ക, ഇത്ര സാധനം കിട്ടിയുള്ളൂ. അപ്പം ഇത് നമുക്ക് പടവലങ്ങയുണ്ട്. പുരുഷ കേസരികളുടെ അരിയലായതുകൊണ്ട് കണ്ടോ, ഞാനൊന്നും ഇത്ര സ്പീഡൊന്നും അരിയത്തില്ല കേട്ടോ. നമുക്ക് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. മുഴുവൻ ഞാനാണ്. ഇതിനിടയ്ക്കൂടെ നുണ പറഞ്ഞില്ലേ? നുണ പറഞ്ഞതാ, ഞാനാ അരിഞ്ഞത്. ചുമ്മാ കള്ളത്തരം പറയരുത് കേട്ടോ. നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് എന്നെ നാണം കെടുത്തരുത്. അപ്പോൾ ഞാനുണ്ടാക്കിയെന്ന് പറഞ്ഞാൽ മതി. കൈക്കൂലി തരാന്നൊരു ഡയറി മിൽക്ക്. കുറച്ച് മഞ്ഞപ്പൊടി ഇടാം. കുറച്ചാവട്ടെ, എന്നിട്ട് നമുക്ക് ഉപ്പിടാം. ചോറ് വെന്തൊരു പരിപാടിയുണ്ടോ? ചോറിൻ്റെ വേവൊന്നും എനിക്കറിയില്ല. ചോറിൻ്റെ വേവ കച്ചനാ നോക്കുന്നത്. ഇവിടെ 2 പച്ചമുളക്, എരിവ് കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം. 2 3 ഒരു മുളകും കൂടെ തന്നെ. വെന്തോ? നന്നായിട്ട് വെന്തോ? അണയ്ക്കണ്ട, ഒരു മിനിറ്റ്. 3 പച്ചമുളക് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി അതൊന്ന് വേവട്ടെ. നമുക്ക് തീ കൂട്ടി വെക്കാം. അടുക്കി പിടിക്കാതെ നോക്കിയാൽ മതി. നമ്മുടെ പരിപ്പ് ഏകദേശം വേവാറായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് അരപ്പ് ഉണ്ടാക്കണം. അതിന് കുറച്ച് തേങ്ങ, കുറച്ചല്ലേ ഉള്ളൂ അരപ്പ്, കുറച്ച് തേങ്ങ അതിട്ട് ഒരു 2-3 അല്ലി വെളുത്തുള്ളി, കുറച്ച് ജീരകം. ഇല്ല, കടുക് ഇടൂല. കുറച്ച് മഞ്ഞൾപ്പൊടി, അതായത് തേങ്ങ ഇട്ടു, കുറച്ച് ജീരകം ഇട്ടു, ഒരു 3 അല്ലി വെളുത്തുള്ളി, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ചോറ് ഞാൻ വാർക്കാനിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതില്ലാത്തതുകൊണ്ട് അരിപ്പയിലോട്ടാണ് ഇട്ടിരിക്കുന്നത്. നമ്മുടെ പരിപ്പ് വെന്ത് കഴിഞ്ഞു. പരിപ്പിന് അരയ്ക്കാനുള്ള അരപ്പ് ഇങ്ങോട്ട് വരും. നമ്മുടെ പരിപ്പ് വെന്തതിലേക്ക് നമുക്ക് ഈ അരപ്പ് ഒഴിക്കാം. ചേച്ചി എൻ്റെ അടുക്കള ഒരു യുദ്ധക്കളം പോലെ എനിക്ക് സാലഡ് ക്ലീൻ ആണല്ലേ? എനിക്കൊരു സംശയം, ഇതിപ്പോൾ എത്ര പേർക്കുള്ള സദ്യയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്? അല്ല, അത് അരിഞ്ഞപ്പോൾ കുറച്ച് കൂടിപ്പോയി. വീട്ടിലും അതേ ഞാനല്ലട്ടെ, ഇവർ രണ്ടുപേരും കൂടെ വാശിക്കായിരുന്നു അരിഞ്ഞോണ്ടിരുന്നത്. അവിയലൊക്കെ ഇതൊരു 10-15-20 പേർക്ക് കൊടുക്കാനുള്ള സാധനമുണ്ട്. ഞാൻ കുറച്ചെടുത്ത് കൊടുത്തു. അവിയല് ഇതിപ്പോ
അത് പോർക്കാണ്, വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഉണക്കച്ചെമ്മീൻ്റെ റോസ്റ്റ്, പുളിശ്ശേരി, പിന്നെ എന്താ അത് തട്ടിക്കൂട്ട് പുളിശ്ശേരി. രസം ഉണ്ടോ? അതായിട്ടില്ല. ഉണ്ടാകാൻ പോണു. തട്ടിക്കൂട്ട് പുളിശ്ശേരി. ഇതെന്താ പരിപ്പ്. പിന്നെ അതെ, പിന്നെ ഇത് പൈനാപ്പിൾ വെച്ച് പച്ചടിയോ വല്ലതാണോ? പച്ചടി. തോരന് പ്ലാൻ ഉണ്ടെന്ന് തോന്നുന്നു. തോരന് പ്ലാൻ ഉണ്ട്, എങ്ങനെ നടക്കുമെന്ന് അറിയില്ല. അടുപ്പൊഴിയുന്ന പോലെ. അവിടുത്തെ റെസ്റ്റോറൻറ്റിൻ്റെ സ്പെഷ്യാലിറ്റീസ് പോലെ ഇവിടെ ഇറക്കുന്നുണ്ടോ? അയ്യോ ഇതൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. എന്താ ഉദ്ദേശം എന്ന് എനിക്കറിയില്ല. അത് വെച്ചിട്ട് പരിപാടി ആയിരിക്കും അല്ല, അല്ലേ? ഞാൻ ശ്രമിച്ചു നോക്കാന്ന് വിചാരിച്ചാ. സത്യമായിട്ട് ചേച്ചി ഞാൻ അറിഞ്ഞില്ല കേട്ടോ, ഇത്ര നന്നായിട്ട് പടപടപടപടാന്ന് ഫാസ്റ്റ് കുക്ക് അരിയലൊക്കെ അല്ലേ? പിന്നെ വേറെ എന്തൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്? ഫിഷിന്റെ എന്തൊക്കെയാണ് വരാൻ പോണേ? പോക്കുണ്ട്, പോർക്ക് ഉള്ളിപ്പോർക്ക്. കാരണം ഞാൻ കഴിഞ്ഞ ഇതിൽ മറ്റേ കപ്പയുടെ കൂടെ മീൻ ഉണ്ടാക്കിയോണ്ട് പിന്നെ അതെല്ലാം റിപ്പീറ്റ് ചെയ്യേണ്ട വെച്ചിട്ടാണ്. അപ്പൊ പോർക്ക് തന്നെ 2 ടൈപ്പ് വരട്ടിയിട്ടും. എനിക്ക് പോർക്ക് കഴിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് കഴിക്കില്ലേ? ഞാൻ കഴിക്കില്ല. സാരമില്ല, കൃഷ്ണ കഴിക്കും. അയ്യോ അയ്യോ, അപ്പൊ എന്റെ മാർക്ക് കുറയ്ക്കുമോ? മാർക്ക് കൊടുക്കില്ല. കഴിഞ്ഞവണ മീൻ ഉണ്ടാക്കിയുണ്ട്, റിപ്പീറ്റ് ചെയ്യേണ്ട വെച്ചിട്ട്. മധുരമായിട്ട് എന്താ ഉള്ളത്? മധുരം പായസം. പായസം. എന്ത് പായസം? ഏറ്റവും എളുപ്പമുള്ള എന്തെങ്കിലും ഉണ്ടാവും. സേമിയ. ഞാൻ മറ്റേ ചോറിന്റെ പായസം പ്ലാൻ ചെയ്തത്, പക്ഷെ അത് ടൈം കൂടുതലെടുക്കും. ടൈമല്ല ചേച്ചി, അത് 10 മിനിറ്റ് മതി കുക്കിംഗ് ടൈം. നമ്മൾ സാധാരണ ചോറും പാലും പഞ്ചസാരയും. പക്ഷെ അത് ഒരു 3-4 മണിക്കൂർ ഇരുന്നാലേ എൻ്റെ ഇത് ഇറങ്ങിയിട്ട് അമ്പലപ്പുഴ പാൽപ്പായസം. അയ്യോ, അതിനുള്ള സമയമില്ല. അത് വേണ്ട, റിസ്ക് ആണ്. അയ്യോ അതെ, ഞാൻ മനസ്സിലായി. അച്ഛൻ എങ്ങനെ തോന്നുന്നു കാര്യങ്ങളൊക്കെ? രസമായിട്ട് തോന്നുന്നുണ്ടോ? അമ്മയെ കണ്ടു കേട്ടോ. അമ്മയുടെ വലിയ ആഗ്രഹമായിരുന്നു. ശരി എന്നാൽ. പരിപ്പിൽ ഞാൻ അരപ്പ് ഒഴിച്ചിട്ട് തിളയ്ക്കാൻ വെച്ചിരിക്കുകയാണ്. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് പോർക്കെടുത്ത് വെന്ത പോർക്കെടുത്ത് മാറ്റിയിട്ട് അതിൽ കുറച്ച് കാശ്മീരി ചില്ലി, കുറച്ച് ചിക്കൻ മസാല അല്ലെങ്കിൽ മീറ്റ് മസാല ഇടാം. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും 2-3 ചതച്ച മുളകിൻ്റെ പീസും കൂടെ ഇട്ടിട്ടുണ്ട്. ഇത് പുരട്ടി ഒന്ന് മാറ്റി വെച്ചേക്കാം. അപ്പോൾ നമ്മുടെ പരിപ്പ് റെഡി ആയിട്ടുണ്ട്. നമുക്കത് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്, കരിവേപ്പില ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഡിഷ് നമുക്കങ്ങ് മാറ്റി വെച്ചേക്കാം. നമുക്ക് നമ്മുടെ അവിയലിനുള്ള അരപ്പുണ്ടാക്കാം. തേങ്ങ, പിന്നെ കുറച്ച് ജീരകം, മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചുകൊണ്ട് ഇനി മഞ്ഞൾപ്പൊടി വേണ്ട. കുറച്ച് വാളംപുളി, പുളി ഇത്ര ഇട്ടോ എന്നാലേ പുളി പിടിക്കുള്ളൂ. കഴുകി വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി, അത് നമുക്ക് എത്ര വേണേലും ഇടാം. ചെറിയ ഉള്ളിയാണ് അതിൻ്റെ ടേസ്റ്റ്. കരി മറക്കല്ലേ കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അടിക്ക് പിടിക്കല്ലേ. ഇതൊന്ന് ചെറുതായിട്ട് ചതഞ്ഞ് കിട്ടിയാൽ മതി. ചതയ്ക്കാവോ? ആ, അപ്പോൾ അത് നമ്മൾ മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകും കൂടെ ചതച്ചതും മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ഇട്ട് വേവിച്ച് വെച്ചിരിക്കുകയാണ്. നമുക്ക് ഇതിനേക്കുള്ള മസാല റെഡിയാക്കാം. ആദ്യം പാൻ വെച്ച് ചൂടായി, ഇതിലേക്ക് എണ്ണ കുറച്ച് മതി കേട്ടോ, കാരണം ഈ പിഗിന് ഓൾറെഡി കുറേ എണ്ണയുണ്ട്, അതുകൊണ്ട് കുറച്ചിട്ടാൽ മതി. അതിലേക്ക് ഇതേ സവാള അരിഞ്ഞതിട്ടേ. നമ്മൾ സവാള എണ്ണ ഇട്ടു, എണ്ണ ചൂടായി, ഇതേ സവാള വഴറ്റാനിടുകയാണ്. ആ സമയം കൊണ്ട് ഇപ്പുറത്ത് അനിയൻ്റെ എന്തോ പരിപാടികൾ ഇവിടെ നടക്കുന്നുണ്ട്. തോരൻ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. തോരൻ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. പാൻ വെച്ചു, എണ്ണ ചൂടായി. ഇതെന്തായാലും വഴന്ന് വരട്ടെ. അപ്പോഴേക്കും ഇവിടെ എന്താ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. കടുക് വേണ്ടേ?
എണ്ണ ചൂടാണ്ട് കുറച്ച് കടുക് ഇടുകയാണ്. മതി 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 പൊട്ടട്ടെ. ഒന്ന് പൊട്ടിക്കോട്ടെ. ഇല്ല അത് പൊട്ടട്ടെ, ഇളക്കണ്ട. കടുക് പൊട്ടിക്കുന്നതിന് ഞാൻ ഭയങ്കര എക്സ്പേർട്ടാണ്. ഈ കടുകിൻ്റെ പേരിൽ ഞാൻ ഒരിക്കൽ ചീത്ത കേട്ടിട്ടുള്ളതാണേ. അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് പിന്നെ അതിൻ്റെ ഇടയിൽ നമുക്കൊരു കാര്യം കൂടെ ചെയ്യാം. കാരണം ഈ പിക്കിൽ നന്നായിട്ട് നെയ്യ് ഇറങ്ങിയിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഉരുളക്കിഴങ്ങ് വലിയ പീസസ് ആക്കിയത് ഇതിനകത്ത് ഇടാം. എന്നിട്ട് അതൊന്നും കൂടെ ഒന്ന് ആവട്ടെ. ആ സമയം കൊണ്ട് നമ്മുടെ മസാല റെഡിയാവും. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇച്ചിരി കറിവേപ്പില ഇട്ടേക്കാലെ. കറിവേപ്പില ഇട്ടോ ഇട്ടോ. വറ്റൽമുളക് ഇടും. 2 വറ്റൽമുളക് ഇട്ടു. ഒയ്യോ പൊട്ടിത്തെറിക്കുക. കരിയും. ഇനി കുറച്ച് സവാള. കരിയല്ലേ? ഇട്ടോ ഇട്ടോ, ബാക്കി ഇട്ടോ. നമ്മുടെ ഇനി വീട്ടിലെ അരിഞ്ഞു പോലെ വെച്ചിരിക്കുന്ന പച്ചക്കറി ഇടുകയാണ്. കളർഫുൾ തോരനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ശരിയാവുമെന്നറിയില്ല. ഉപ്പിട്ട് ഇവിടെ തോരൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സവാള വഴന്നു തുടങ്ങി. ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ആദ്യമൊക്കെ ഓരോ ബൗളിലൊക്കെ എടുത്തു വെച്ച് അലങ്കാരമായിട്ട് മുളക് പൊടി ഇങ്ങനത്തെ ഇച്ചിരി ഇതിലോട്ട് ഇട്ടുക. തോരനിൽ മാത്രം നിൽക്കല്ലേ കോൺസെൻട്രേഷൻ. ഇന്ന് എന്തെങ്കിലുമൊക്കെ സഹായിക്കും. ഇട്ടോ ഇട്ടോ, അങ്ങോട്ട് ഇട്ടോ, വെതറണ്ട. ഇടോ ഇട്ടോ, കാശ്മീരി ചില്ലി ഇട്ടോ, ധൈര്യമായിട്ട് ഇട്ടോ. എനിക്കിടാൻ കുറച്ച് വേണം. ഇല്ല അത് വേറെ ഉണ്ട് പാക്കറ്റ്. ഇനി ചിക്കൻ മസാല, പിഗ് മസാല ഇല്ല, അതിന് കമ്പനികളൊന്നും ഇറക്കിയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് തൽക്കാലം ചിക്കൻ മസാല ഇടാം. വേണമെങ്കിൽ മീറ്റ് മസാല ഇടാം. അത് നമ്മുടെയൊക്കെ തീരുമാനം പോലെ. ഞാനില്ലെങ്കിൽ ഇത്തിരി മുളക് പൊടി ഇടും കേട്ടോ. പിന്നെ നാണം കെടുത്തത് കേട്ടോ. ശരിയാവുമെന്ന് കണ്ടറിയാം. നമ്മളൊക്കെ ഇതൊക്കെ അറിഞ്ഞിട്ടാണോ അതൊക്കെ ചെയ്യുന്നത്? നമ്മുടെ മസാല മൂത്തിട്ടുണ്ട്. നമുക്കിത് ഇതിലേക്കിടാം. ഇനി അത് അവിടെ കിടന്ന് റോസ്റ്റ് ആവട്ടെ. ഒന്ന് ഇളക്കി വിടാം. സാരമില്ല, ഇതൊക്കെ കുക്കിങ്ങിലോ ഭാഗമാണ്. അതൊന്നാവട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് മസാലയൊക്കെ പിടിച്ചോന്ന് അറിയാൻ പറ്റും. ആ സമയം കൊണ്ട് നമ്മൾ ഇവിടെ കുറച്ച് പിക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. മറന്നുപോയോ? ഇനി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടായി വരുമ്പോൾ പെരിഞ്ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ നമുക്ക് കൂടുതൽ ഇടാം. ഇത് ഏകദേശം ആയി വരുന്നെന്ന് തോന്നുന്നു. ആയിട്ടോ നോക്കി. ഇല്ല, കുറേ ചെറുപ്പ് നോക്കിയിടണം. ചേച്ചിയുടെ കരിവേപ്പിലയുടെ നമ്മുടെ പെരിഞ്ജീരകമൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ പുരട്ടി മാറ്റി വെച്ചിരിക്കുന്ന പിഗ് പൊട്ടാനും തീറ്റാനൊക്കെ തുടങ്ങി. നന്നായിട്ട് മൊരിയട്ടെ കേട്ടോ. ഞാനിതിൽ കുറച്ച് തേങ്ങ ഇടാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞാൽ പോരെ, ഞാൻ ഇടത്തില്ല. എൻ്റെ പിക്കിലൊക്കെ തേങ്ങ വീഴത്തില്ലേ? ഇതിൽ തേങ്ങയുടെ കുഴപ്പമൊന്നുമില്ല. അടിപൊളിയായിരിക്കും. ഇട്ടോ എത്ര ഇട്ടുണ്ടോ. എൻ്റെ പിഗ് ഇവിടെ ആവുന്നുണ്ട്. അവിടെ മറ്റേതുണ്ട്. ഏകദേശം റെഡിയാവാറായെന്ന് തോന്നുന്നു. ഇത് നമുക്ക് ഇത് ചെയ്തിട്ട് അവസാനം തേങ്ങാക്കൊത്ത് ഇത് വേണമെങ്കിൽ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞിടാം. അപ്പോൾ സമയമില്ലാത്തതുകൊണ്ടാണ്. തേങ്ങ അതിങ്ങനെ കടിച്ച് തിന്നാൻ നല്ല ടേസ്റ്റാണ്. എൻ്റെ ഏകദേശം റെഡി ആയിട്ടാ നോക്കി. ഏകദേശം നമ്മുടെ തോരനായിട്ടുണ്ടെന്ന് തോന്നുന്നു. കുഴപ്പമില്ല, ആയിട്ടുണ്ട്. തട്ടിക്കൂട്ട് തോരൻ. അങ്ങനെ തോരൻ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇതെന്തായെന്നൊരു പിടുത്തമില്ല. ബാക്കിയുള്ളവർ ചോദിച്ചിട്ട് ടേസ്റ്റ് ചെയ്തിട്ട് പറയാം. അപ്പോൾ നമ്മുടെ പിഗ് ഡ്രൈ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. നമുക്ക് ഗാർണിഷ് ചെയ്യാനുള്ള ബൗൾ എടുത്തിട്ട് വരാം. ആ സമയം ഒരു സാധനം നമുക്ക് വേവിക്കാൻ വയ്ക്കാം. കുറേ നേരം ഇവൻ എന്നെയൊന്നും
കുക്ക് ചെയ്യുന്നു റോഡി കിടക്കും. കുറച്ച് വെള്ളം ഒരു പാനിൽ ഒഴിക്കുക. അതിൻ്റെ ഇടയിൽ ഈ പിഗിൻ്റെ കാര്യം മറക്കരുത്. ഒന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അടിക്ക് പിടിക്കരുത്. പാനിലേക്ക് ഇത്ര പൈനാപ്പിൾ, പൈനാപ്പിൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അത് വേഗം ആവും. ആ സമയം കൊണ്ട് നമുക്ക് അതിനുള്ള അരപ്പുണ്ടാക്കാം. ഇത് കണ്ടോ, കുറച്ച് തേങ്ങ, ജീരകം, പച്ചമുളക്, കുറച്ച് വെള്ളം ചേർത്ത് മഷി പോലെ അരച്ചെടുക്കണേ. ഇത് പച്ചടിക്കുള്ളതാണ്. കുറച്ചുകൂടെ നന്നായിട്ടൊന്ന് വെള്ളം വറ്റട്ടെ കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കിവിടെ ഒരു സാധനം കൂടെ ഉണ്ടാക്കാം. കുറച്ച് എണ്ണ ഒഴിക്കുക. ഇതൊക്കെ എളുപ്പപ്പണിയാണ്. കുറച്ച് കടുക് ഇടുവാണേ. പൈനാപ്പിളിലേക്ക് കുറച്ച് തൈര് ഒഴിക്കുവാണേ. അതിലേക്ക് ഞാൻ ബീട്രൂട്ട് ഇട്ട് സൺഫ്ലവർ ഓയിൽ പൊട്ടിച്ചെടുപ്പുണ്ടോ ചോദിച്ചാൽ അവിടെ ഇല്ല. അവിടെ വെളിച്ചെണ്ണയാണ്. ആരും എടുത്തല്ലേ. നമ്മുടെ പൈനാപ്പിളിലേക്ക് അരപ്പിവിടെ നമ്മുടെ അരപ്പ് ഒഴിക്കാം. അരപ്പ് തിളയ്ക്കാൻ പാടില്ല കേട്ടോ. ശ്രദ്ധിക്കുന്നതാണ്. പച്ചടി തിളയ്ക്കാൻ പാടില്ല. ചൂടായി വന്നു തുടങ്ങി. ഇനി നമുക്ക് ഇത് മാറ്റാം. നമുക്ക് മുന്തിരി ഇടാം. മുന്തിരി ഇതിനകത്ത് കിടന്ന് വേവും. ഇത് ഇച്ചിരി പച്ചയോടെ വേണം ഇതാവാൻ. നമുക്ക് അത് കഴിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് കടുക് ഇടാം. ഇവിടെ ബീട്രൂട്ട് നന്നായിട്ട് വാടി കഴിഞ്ഞു. ഇതിലേക്ക് തൈര് ഒഴിക്കുക. മാറ്റാം. കാരണം നമ്മുടെ ബീട്രൂട്ട് കിച്ചടി റെഡി ആയിട്ടുണ്ട്. കാണിച്ചേ. ഞാൻ എന്തെങ്കിലും എൻ്റെ അച്ഛൻ കാണിക്കട്ടെ, പാവം ജൂനിയർ ആർട്ടിസ്റ്റ്. ഇങ്ങനെ കാണിച്ചാൽ മതി. ഇതാ നമുക്ക് പിഗ് ഫ്രൈ ഒരു സ്വീറ്റായിട്ട് ഉണ്ടാക്കാൻ പായസമാണ് പ്ലാൻ ചെയ്തത്. സമയമില്ല, അതുകൊണ്ട് ഞാൻ കേസരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് എന്തായാലും കേസരിക്ക് വേണ്ടി കുറച്ച് റവ വറുക്കാം. തീ കുറച്ചിടണേ, കരിഞ്ഞു പോകരുത്. 2 കപ്പ് ഒന്ന് ലൈറ്റായിട്ട് വറുക്കാം. ഇത് വറുത്ത റവയെല്ലാം തോന്നും.
നമുക്കൊരു ഇതിൽ 2 കപ്പാണ് റവ എടുത്തത്. ഇതിലൊരു 4 കപ്പ് 4, 5, 6 ആയാലും കുഴപ്പമില്ല. കുറച്ചധികം വെള്ളം എടുക്കാം. ഇത് വേവാനുള്ള വെള്ളം വേണം. 4.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് തിളയ്ക്കട്ടെ. പഞ്ചസാര ഇടുവാണേ. പഞ്ചസാര നമുക്ക് അധികം ഇടാം, കാരണം മധുരം നന്നായിട്ട് വേണം, എന്നാലും അതിൻ്റെ ടേസ്റ്റ്. പോരാ. ഇനി ഇതിവിടെ കിടന്ന് ഒന്നുകൂടെ തിളയ്ക്കട്ടെ. ആ സമയം കൊണ്ട് ഇവിടെ നമ്മൾ പാത്രത്തിൽ നെയ്യ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് സേമിയ ഇടാം. പായസം ഇവിടെ ഉണ്ടാക്കട്ടെ. നമുക്കിവിടെ ഈ വറുത്ത റവ ഇടാം. ഇനി അത് നന്നായിട്ട് ഇളക്കണം. അത് നന്നായിട്ട് ഇളകി കട്ട കുറുകി വരണം. അപ്പോൾ ഇതിൽ കളറൊന്നും ചേർക്കുന്നില്ല. പാലൊഴിക്കാൻ പോവാണ്. അതിൽ പാലൊഴിക്കുവാണേ. ഇതിലേക്ക് നെയ്യ് ഒഴിക്കുവാണ്. നമ്മുടെ കേസരി റെഡിയായി. ആ സമയം നമ്മൾ ഒരു സാധനം കുറേ നേരം മാറ്റി വെച്ചിരിക്കണു. തേങ്ങ, മുളക് പൊടി, ചെറിയ ഉള്ളി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കണം. ഉണക്കച്ചെമ്മീനും കുറച്ച് ഉപ്പും. നമുക്കിന്ന് ചമ്മന്തിയാക്കാം. ചെമ്മീനും റെഡിയായി. പഞ്ചസാര ഇടാം. നമുക്ക് കുറച്ചിടാം, കാരണം കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നുണ്ട്. കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കാൻ പോട്ടാ. നമ്മുടെ കേസരി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഡിഷസൊക്കെ ഏകദേശം തീർന്നു കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് സെറ്റ് ചെയ്താൽ മാത്രം മതി. സേമിയ പായസം റെഡി ആയിട്ടുണ്ട്. പക്ഷെ ഞാനിത് കുറച്ച് കുറുക്കിയാണ് എടുത്തിരിക്കണേ. ഇച്ചിരി കട്ടിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്, പഴത്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമുക്ക് സെർവിങ് ഡിഷിലേക്ക് വയ്ക്കാം. അപ്പോൾ ഞങ്ങളുടെ ഫാമിലി റൗണ്ടിൽ എല്ലാ ഡിഷസും കഴിഞ്ഞു. ലാസ്റ്റ് ഐറ്റമായ കേസരി ബാത്തും പായസവും കൂടെ കഴിഞ്ഞു. ഇനി നമുക്ക് എല്ലാ ഐറ്റംസും കൂടെ ഒന്നിച്ച് ഞാൻ കാണിച്ചു.